തെരുവുനായയുടെ പ്രശ്നം എൻ്റെ എടപ്പള്ളി, എൻ്റെ ഡിവിഷനിൽ തന്നെ 10-40 എണ്ണം ഉണ്ട്. അപ്പോൾ അത് അവിടെ വീണ്ടും അവിടെ കുട്ടികൾ ബേബീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തുടങ്ങി പറയുന്നൊരു കാര്യമുണ്ട് ഇവരോടൊക്കെ, നല്ല ബേബീസിനെ, ആരോഗ്യമുള്ള ബേബീസിനെ നമ്മൾ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള കുറേ പേരുണ്ട്. അതിനൊരു പ്രൊവിഷൻ കോർപ്പറേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. അത് പിടിച്ചിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഈ വലിയ അഗ്രസീവായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ABC ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോഗ്സ് ഒന്ന് കാമാവും, അവരുടെ അഗ്രസീവ് കുറയും എന്നാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ABC ചെയ്ത് കഴിഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഡെലിവറി കഴിഞ്ഞ് ബേബിയായിട്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ, അതാണ് കൃത്യമായ പ്ലാനിങ്ങിലോടുകൂടി ഇപ്പോൾ 4 ഡോക്ടേഴ്സിനെ പോസ്റ്റ് ചെയ്യുകയാണ്. 4 വണ്ടികൾ ആ പ്രൊജക്റ്റിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. 2 വണ്ടികൾ ഇപ്പോൾ ഇറക്കും. അതേപോലെ അവിടുത്തെ ABC യൂണിറ്റിൻ്റെ സ്ട്രെങ്തൻ, ഇപ്പോൾ 2 ഓപ്പറേഷൻ ടേബിൾ ഉള്ളത് 4 ഓപ്പറേഷൻ ടേബിൾ ആക്കിയിട്ട് അവിടെ തന്നെ കേജസ്, പിന്നെ 1 ഏക്കർ സ്ഥലം നമ്മളിതിനോട് ചുറ്റളവായിട്ട് ബന്ധപ്പെടുത്തി ഒരു വലിയ മെഷ് വെച്ചിട്ടേ ഇത് ചാടിപ്പോവാത്ത വിധത്തിൽ അവിടെ കീപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്ന അഗ്രസീവ് ഉണ്ട്, ബേബീസ് ഉണ്ട്, സാധാരണ കാമായിട്ടുള്ള ഡോഗ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ലാത്ത ഡോഗ്സ് ആണെങ്കിൽ നമുക്ക് റോട്ടിൽ നിന്ന് അവിടെ തെരുവ് നായ എന്ന രീതിയിൽ തന്നെ നിന്നാലും കുഴപ്പമില്ലാത്ത കുറേ ഡോഗ്സ് ഉണ്ട്. ഇതിൽ 100 എണ്ണം എടുക്കുമ്പോൾ ചിലപ്പോൾ 10 എണ്ണം ആയിരിക്കും അഗ്രസീവായിട്ട് നിൽക്കുന്നത്. അത് മാത്രം നമ്മൾ കൺട്രോൾ ചെയ്യാനാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ഇത് മുഴുവനായിട്ടും കൃത്യമായൊരു ABC യൂണിറ്റ് പ്രവർത്തിച്ചാൽ നമുക്ക് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു 5 വർഷം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ, ടോണിയുടെ സമയത്ത് നമ്മൾ ചെയ്തതാണത്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഈ തീപിടുത്തത്തിന് ശേഷം ബ്രഹ്മപുരം ABC യൂണിറ്റ് വർക്കിംഗ് അല്ല. നമ്മൾ സത്യങ്ങൾ പറയാതെ പോയിട്ട് കാര്യമില്ല. അത് എത്രയൊക്കെ ഇന്ന് TK അഷ്റഫിനോട് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. TK തന്നെയാണ് നേരത്തെ കൈകാര്യം ചെയ്തത്. ഇപ്പോഴും ഈ ഭരണസമിതിയിലും TK അഷ്റഫ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സത്യാവസ്ഥ എല്ലാം അറിയുന്ന ആൾക്കാർ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. എത്ര 50 എണ്ണം ചെയ്തു 100 എണ്ണം ചെയ്തെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ 2 എണ്ണം പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കറക്റ്റായിട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡോഗ് ഷെൽട്ടർ ആണെങ്കിൽ പോലും ഇവിടെ ഈ ആനിമൽ ലവേഴ്സ് ഒരുപാടുണ്ട്, എസ്പെഷ്യലി ഡോഗ് ലവേഴ്സ്. ഈവൻ ഈ അടുത്ത് നമ്മൾ കഴിഞ്ഞ 1 വർഷമൊക്കെ ആയിട്ട് ഈ രാജേന്ദ്ര മൈതാനിലൊക്കെ ഇടയ്ക്ക് ഒരു ദിവസം ഡോഗ് ഡേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈവൻ ഡോഗ് ഓണേഴ്സ് അല്ലാത്തവരും പോലും അവിടെ പോകുന്നുണ്ട് പെറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു PPP മോഡൽ എന്നല്ല, പക്ഷെ ഇവരുടെ ഒക്കെ കൂടെ ഒരു ഫണ്ട് റൈസിംഗ് ഒക്കെ വെച്ചിട്ട് സ്വാഭാവികമായിട്ട് ഇവരെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ച് തന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ഡോഗിനെ വളർത്തുന്നുണ്ട്. എനിക്ക് എൻ്റെ ഡോഗ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ തെരുവിൽ എല്ലാ ദിവസവും ഫീഡ് ചെയ്തുകൊണ്ട് അതിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് തന്നെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ അപ്ഡേഷൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരിക്കലും ഡോഗ്സിന് ഇപ്പോൾ ചെയ്യുന്നത് കോഴിക്കടയിലൊക്കെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് അതിനെങ്ങനെ റോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ രീതിയൊന്നും അല്ല അത് ചെയ്യേണ്ടത്. ഫീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എല്ലായിടത്തും ഫീഡ് ചെയ്യാനും പാടില്ല. ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ ഫീഡിങ് സിസ്റ്റം കൊണ്ടുവന്നാൽ ഇവിടെ നിന്ന് ഇത് പോവില്ല, എണ്ണം കൂടി വരും. എവിടെ ഫീഡ് കിട്ടുന്ന അവർക്ക് ഫുഡ് കിട്ടുന്നോ അവരവിടെ എണ്ണം കൂടിയേ വരുള്ളൂ. അപ്പോൾ അതിനൊക്കെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതാണ് ബ്രഹ്മപുരത്ത് നമ്മൾ ഒരുക്കുന്നത്. അതാണ് 1 ഏക്കർ. ബ്രഹ്മപുരത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്നിപ്പം അവിടെ മേയർ ചെയ്തു, എന്താണ് അവിടുത്തെ ബ്രഹ്മപുരത്തിൻ്റെ അപ്ഡേഷൻ ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ ഞാൻ ബ്രഹ്മപുരത്ത് പോയത് എല്ലാ മീഡിയനും കൊണ്ടാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ബ്രഹ്മപുരം എന്താണ് യഥാർത്ഥ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ്. ബയോ മൈനിങ് നടത്തി ഇപ്പോൾ 129 കോടി രൂപയോളം നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത് നമ്മുടെ ഫണ്ടല്ലെങ്കിലും കോർപ്പറേഷൻ്റെ ശുചിത്വ മിഷൻ, സർക്കാർ ഏജൻസികൾ, കേന്ദ്ര ഗവൺമെൻറ്, അങ്ങനെ എല്ലാവരും കൂടി ചെയ്താലും എല്ലാം അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതി പണം തന്നെയാണ്. നമ്മൾ ആ ലാൻഡ് ഇപ്പോൾ ബയോ മൈനിങ് നടത്തി പ്ലാസ്റ്റിക് വേസ്റ്റ് ഒഴിവാക്കിയ ലാൻഡ് തിരിച്ച് നമുക്ക് മറ്റ് പ്രൊജക്റ്റിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ നിലവിലെ അവസ്ഥയിൽ നമുക്ക് പുഴ 3.5 അടി താഴ്ചയോളം ബയോ മൈനിങ് നടത്തിയപ്പോൾ പുഴയിൽ നിന്ന് വെള്ളം കയറി ഇപ്പോൾ കടമ്പ്രയാർ, ചിത്രപ്പുഴയൊക്കെ കയറി കിടക്കുന്ന അവസ്ഥയാണ്. ബ്രഹ്മപുരത്തിൻ്റെ ലാൻഡ് നഷ്ടപ്പെടുന്നു. ഇവരൊക്കെ ഇന്ന് കണ്ടതാണ്. അപ്പോൾ അത് നമ്മളിനി നാളെ ഒരിക്കൽ
ഇതിപ്പോൾ നമ്മളത് പുറത്ത് പറയാതെ വെച്ചിട്ട് നാളെ അവിടെ മണ്ണിട്ട് മൂടണമെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വരാൻ പോകുന്നത് മണ്ണടിച്ച് കോർപ്പറേഷൻ അഴിമതിയിലേക്ക് എന്നായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അത് എത്ര ഭൂമിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കണക്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചെടുക്കേണ്ടതാണ്. കാരണം കോർപ്പറേഷൻ്റെ ഔട്ടർ മതിൽ ഇപ്പോൾ പുഴയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. ആ ഔട്ടർ മതിൽ വരെ നമ്മൾ ഈ ലാൻഡ് മണ്ണടിച്ച് നികത്തി എടുക്കേണ്ടതാണ്. അതിപ്പോൾ കായൽ ഡ്രഡ്ജിങ് പോസിബിൾ ആണോ എന്ന് ചോദിക്കണം. അത് ഇറിഗേഷൻ വകുപ്പുമായിട്ട് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് ഒരു സൈഡ്. ഇപ്പുറത്തെ സൈഡ് തീപിടുത്തത്തിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ട് ഫുഡ് വേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് ഇല്ല. ആകെ 25 ടണ്ണിൻ്റെ 2 മറ്റേ BSF മാത്രമാണ് ബ്ലാക്ക് സോൾജേഴ്സിൻ്റെ ആ ഫ്ലൈ ഉപയോഗിച്ചിട്ടുള്ള 2 യൂണിറ്റ് മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പോഴാണ് CBG പ്ലാന്റ് കറക്റ്റ് ആയേക്കണം. ഈ CBG പ്ലാന്റ് കറക്റ്റ് ആയപ്പോഴും 20 ടൺ മാത്രമേ ഇപ്പോൾ ട്രയൽ റൺ ആയിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ ബാക്കി 240ഓളം ടൺ ഫുഡ് വേസ്റ്റ് പെർ ഡേ വരുന്ന ഒരു നഗരത്തിൽ നമ്മൾ ബാക്കി ചെയ്തിരിക്കുന്നത് അവിടെ കൂട്ടിയിടലാണ്. അതിതുവരെ അത് എവിടെയാണെന്ന് പോലും ആരെയും കാണിച്ചിട്ടില്ല. കാണിക്കുന്നത് മുഴുവൻ ഇപ്പുറത്ത് ഉണ്ടായ നല്ല ലാൻഡ്സ് മാത്രമാണ്. നാളെ നമ്മൾ പറയുകയാണ് അവിടെ ഇത്രയും കൂടി കിടക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ UDFൻ്റെ ആണെന്ന് പറയാനുള്ള ഒരു പൊളിറ്റിക്കൽ ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് UDFൻ്റെ അല്ല എന്ന് പറയാൻ തന്നെയാണ് ഇന്ന് ഞങ്ങൾ മീഡിയയുടെ ഹെൽപ്പ് ചെയ്തത്. നമ്മുടെ പഴയ ഓഫീസ് കെട്ടിടം, പഴയ നമ്മൾ ഈ വേവ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു 2 എണ്ണം, അതൊക്കെ ഇപ്പോൾ നിലവിലൊന്നുമില്ല. അവിടെ പഴയ ഷെഡ്, പഴയ കമ്പോസ്റ്റിംഗ് പ്ലാന്റ് ഉണ്ടായിരുന്നു. എല്ലാം ആ പ്രദേശം മുഴുവനും ഫുഡ് വേസ്റ്റ് അടിച്ച് ലെവലാക്കിയിട്ടിരിക്കുകയാണ്. ആ ഫുഡ് വേസ്റ്റ് നമ്മളിനി വളമാക്കി മാറ്റേണ്ടതുണ്ട്. അവിടെ അങ്ങനെ ഇതാക്കാൻ, അതുകൊണ്ടാണ് ഈ സ്മെല്ല് വല്ലാണ്ട് വരുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ രൂക്ഷഗന്ധം വരുന്നത് ഈ ഫുഡ് വേസ്റ്റ് ഓപ്പണായി കിടക്കണോണ്ടാണ്. നേരത്തെ എത്രയായാലും ആ ഫുഡ് വേസ്റ്റ് നമുക്കൊരു ചെറിയ അളവിലാണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമായിരുന്നു. നിലവിൽ 3 വർഷമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം വെച്ചാൽ നേരത്തെ മുൻ മേയറുടെ സമയത്ത് പൂർത്തീകരിച്ചിരിക്കുന്ന ഈ BPCLൻ്റെ, അതായത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് BPCL ആ 150 ടൺ കപ്പാസിറ്റി വന്നിരിക്കുന്നത്. അതിനും അതിൻ്റെ റിജക്ട്സിന് പ്രശ്നമുണ്ടാവും. അതുകൊണ്ടാണ് ഒരു വിൻഡ്രോ കമ്പോസ്റ്റ് അത്യാവശ്യമായിട്ട് വേണമെന്ന് നമ്മൾ പറയുന്നത്. വിൻഡ്രോ കാലാഹരണപ്പെട്ട ടെക്നോളജി ആണെങ്കിലും കൊച്ചി നഗരസഭയെ സംബന്ധിച്ച് വിൻഡ്രോ പ്ലാന്റ് അത്യാവശ്യമാണ്. അതൊരു 100 ടൺ അല്ലെങ്കിൽ 50 ടണ്ണെങ്കിലും വിൻഡ്രോ കമ്പോസ്റ്റിംഗ് മെത്തേഡിലുള്ള ഒരു പ്ലാന്റ് നമുക്ക് ആവശ്യമാണ്. അതാണ് 50 ദിന പരിപാടിയിൽ നമ്മളത് വെച്ചിരിക്കുന്നത്. അത് ഈ പ്രശ്നമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പബ്ലിക്കിനിടയിൽ ഒരു ചിന്തയുണ്ടാകും. ഇപ്പോൾ BPCL ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുത്ത് പ്ലാന്റ് കൊണ്ടുവന്നു, എന്നിട്ട് എന്തുകൊണ്ട് കൊണ്ടുവരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് അതെന്താണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റണം. നിങ്ങളാണ് പബ്ലിക്കിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള ചാലകങ്ങൾ എന്ന് പറയുന്നത്. പ്രിൻ്റ് മീഡിയയും മറ്റേ നമ്മുടെ ചാനലുകളൊക്കെയാണ്. അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പിന്നെ ഇപ്പോൾ ചെലവന്നൂർ കായലിൽ നിന്ന് കൊണ്ടുപോയ സ്ലറി കൊണ്ടുപോയി അടിച്ചിരിക്കുന്നത്, ആ ഡ്രഡ്ജ് ചെയ്ത ചെളി കൊണ്ടുപോയി അടിച്ചിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യാൻ വെച്ചിരുന്ന ലാൻഡിലാണ്. കുറച്ചെങ്കിലും നല്ല ഭൂമി അവശേഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ആ സ്ലറി അടിച്ചിട്ടിരിക്കുകയാണ്. സ്ലറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കിനി ഒരു കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ വലിയ പാടാണ്, ടൈൽ ചെയ്യണമെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് ഇല്ലാതെ ചെയ്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളതിനൊക്കെ പിന്താങ്ങിയിട്ടുണ്ട്. ബയോമൈനിങ് ഉൾപ്പെടെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ അതിലെ ചില പ്രശ്നങ്ങളാണ് ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ നല്ല കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി നന്നായിട്ട് വന്നാലാണ് ആ ബ്രഹ്മപുരം പ്ലാന്റ് ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കണ്ട് സന്ദർശിക്കാവുന്ന, എല്ലാവർക്കും സ്വാതന്ത്ര്യമായിട്ട് വരാവുന്ന ഒരു പ്ലാന്റ് ആയിട്ട് നിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള മാർഗങ്ങളുണ്ടാകും. തീപിടുത്തം കഴിഞ്ഞിട്ട് ഈ കമ്പനിയുടെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. പിന്നെ കുറെ കറപ്ഷൻ ചാർജസ്, അലിഗേഷൻസ് വന്നു, പാർട്ടിയുടെ കണക്ഷൻസ് വന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ലീഗൽ ഇനി പ്രൊസീഡിങ്സ് ഉണ്ടാവും. അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഉണ്ട്. അതായത് 11 crores ആണ് എനിക്ക് തോന്നുന്നു സോൺടെക്ക് കൊടുത്തിരിക്കുന്നത് നിലവിൽ. പക്ഷെ അവർ 19 crores വർക്ക് ചെയ്തു കഴിഞ്ഞു, 23 crores വർക്ക് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു ബില്ലാറ്റയാണ് സർട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ സർട്ടിഫൈ ചെയ്തൊരു സാധനം കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് അതൊക്കെ ലീഗലിലോട്ട് പോയേക്കാണ്. അതിന് തീരുമാനം ഉണ്ടാവേണ്ടത് ആർബിട്രേഷനിലൂടെ തീരുമാനം ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെയുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ഫൈറ്റിന് വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ സത്യസന്ധമാണ്.
തുടക്കത്തിൽ ആ കോൺട്രവേഴ്സി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കുറിച്ച് ഒരു സൈലൻസ് ആയിരുന്നു. അതായത് ഭൂമി ഗ്രീൻ വന്നല്ലോ അപ്പോഴേക്കും. ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വന്നു. റേറ്റ് അത് അന്നും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്നുള്ളതാണ് കറക്റ്റ്. കാരണം 1690 രൂപ എന്നുള്ളത് ഇന്ത്യയിൽ ഒരിടത്തില്ലാത്ത റേറ്റാണ്. ഇന്ത്യയിൽ ഒരിടത്തും ബയോ മൈനിങ് ചെയ്യുന്നതിന് പെർ ടണ്ണിന് ഇത്ര രൂപ ഇല്ല. അപ്പോഴും കൊച്ചിൻ കോർപ്പറേഷനിൽ ഇങ്ങനെ ഒരു റേറ്റ് വന്നപ്പോൾ അന്ന് അവരതിന് പറഞ്ഞ ന്യായീകരണം കഴിഞ്ഞ സെപ്റ്റംബറിലാറ്റേ ബയോ മൈനിങ് പൂർത്തീകരിക്കുമെന്നാണ്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഇതൊരിക്കലും ഈ പറഞ്ഞ സമയത്ത് തീരില്ല, സമയം കുറച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് റേറ്റ് കൂടുന്നത്, സമയം നീട്ടി കൊടുത്തിരുന്നെങ്കിൽ ഇത്ര റേറ്റ് വരില്ല. അപ്പോൾ അന്ന് നമ്മളത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, സെപ്റ്റംബറിൽ തീർത്ത് അവർ എല്ലാം റെഡിയാക്കി തന്നിട്ട് പോകുമെന്ന് പറഞ്ഞു. റേറ്റ് കൂടി കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ 2 പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്തില്ലേ, 2 പ്രാവശ്യം ടൈം എക്സ്റ്റൻഷൻ കൊടുത്തു, പക്ഷെ റേറ്റ് കുറയുന്നില്ലല്ലോ. ഇത് ആദ്യമേ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടിയാൽ. ഈ സമയം എടുക്കുമെന്ന് നമുക്കറിയാം. ഇനിയും 2.5 ലക്ഷം ടണ്ണോളം അവിടെ കിടക്കുവാണ്. നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ വിയോജനമൊക്കെ പറഞ്ഞെങ്കിലും സ്വാഭാവികമായും ഗവൺമെൻറ് ഉൾപ്പെട്ട പ്രൊജക്റ്റാണ്, ഇത്രയും ചെയ്യാതിരിക്കാൻ പറ്റില്ല, എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. UDF ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ പലയിടത്തുനിന്നും വേസ്റ്റിന്റെ ഫോട്ടോകൾ വരുന്നു. ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞതാണ് ശരി. ഇത്ര അസഹിഷ്ണുതപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു തുടർച്ചയാണ്. ഞാൻ ഒരിക്കലും കഴിഞ്ഞ വേസ്റ്റ് മുഴുവൻ അഡ്വക്കേറ്റ് അനിൽകുമാർ ഉണ്ടാക്കിയ വേസ്റ്റാണെന്ന് ചിന്തിക്കുന്നില്ല. ഇത് ഈ നാട്ടിലെ സിസ്റ്റം മാറാത്തതിൻ്റെ കുഴപ്പമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് മുഴുവനായിട്ട് സഹകരിക്കേണ്ടതുണ്ട്. എടപ്പള്ളിയിൽ ആദ്യം പിറ്റേ ദിവസം തന്നെ വന്നത് എടപ്പള്ളിയിലുള്ള കളക്ഷൻ പോയിൻറ്റിൻ്റെ വീഡിയോയാണ്. ഇത് ഇന്നലെ കൊണ്ടുവച്ചതല്ല, കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് അവിടെ നിന്ന് തന്നെയാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്ത് പോകുന്ന സിസ്റ്റം ഉള്ളത്. അവിടെ തന്നെയാണ്. ഞാൻ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ മുതൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതും മുഴുവനാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഈ കളക്ഷൻ പോയിൻറ്റ്സ് മെയിൻ റോട്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അതായത് ബസ് റൂട്ടുകളിൽ ആളുകൾ സ്ഥിരം സഞ്ചരിക്കുന്ന റൂട്ടുകളിൽ കളക്ഷൻ പോയിൻറ്റ് പാടില്ല. അങ്ങനെ കളക്ഷൻ പോയിൻറ്റ് വന്നാൽ തന്നെ നഗരത്തിൻ്റെ ഒരു സൗന്ദര്യം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകും. ഇപ്പോൾ ഞാൻ എടപ്പള്ളിയിൽ ആ കളക്ഷൻ പോയിൻറ്റ് സ്കൂളിൻ്റെ ബാക്കിലേക്ക് മാറ്റി. ഇത് നേരത്തെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ പടം എടുത്ത്, അതായത് ലോറി വന്ന് കയറ്റാൻ നിൽക്കുന്ന പടം എടുത്തിട്ടാണ് ഇത്. അല്ലല്ല, അത് സ്ഥിരമായിട്ട് കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥലമാണ്. അല്ല, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ബുധനാഴ്ചയും ആ സ്ഥലത്ത് നിന്ന് അവിടുത്തെ ഡിവിഷൻ്റെ വേസ്റ്റ് പ്ലാസ്റ്റിക് കയറ്റിക്കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അത് എല്ലാ ബുധനാഴ്ചയും അവിടെ നിന്ന് കയറി പോണതാണ്. ഇപ്പോൾ എടപ്പള്ളിയിൽ ആ മെയിൻ റോഡിലിരുന്നാലും സ്കൂളിൻ്റെ അവിടെ ഇരുന്നാലും ബുധനാഴ്ച ദിവസം അവിടെ നിന്ന് കയറി പോകണം. അതാണ് അതിൻ്റെ സിസ്റ്റം.